ഹായ് ഫ്രണ്ട്സ്, സാപ്പിട മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയാണ്. ഒരു കൊച്ചു സിനിമയാണ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നെങ്കിലും ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ ഒരു സിനിമ റിലീസ് ചെയ്തത്. ഒരു കൊച്ചു സിനിമയാണ്, നല്ല ക്വാളിറ്റി തന്നെ മേക്ക് ചെയ്ത കൊച്ചു സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, രണ്ട് സുഹൃത്തുക്കൾ മരണപ്പെടുകയാണ്. ഒരാൾ കൊല്ലപ്പെടുകയും ഒരാൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്യാണ്. അപ്പം ഈ ഒരു ക്രൈമിൻ്റെ ഇൻവെസ്റ്റിഗേഷനാണ് ഈ സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. പിന്നെ ആരാണ് കൊലപാതകി, ഇയാൾ മറ്റേയാൾ എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. ആകെ 1.5 മണിക്കൂറേ സിനിമയുടെ ദൈർഘ്യം വരുന്നുള്ളൂ. 8 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്, 8. അപ്പോൾ ഈ ഒരു സിനിമ ആരും കേട്ടിട്ടുണ്ടാകില്ല. ഇപ്പോൾ യൂട്യൂബിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. 2023 സെപ്റ്റംബർ മാസം തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. ഞാനും അറിഞ്ഞിട്ടില്ല കേട്ടോ ഈ സിനിമ റിലീസ് ചെയ്ത് തിയേറ്റർ റിലീസ് ചെയ്ത സംഭവം. നല്ല ക്വാളിറ്റി തന്നെ മേക്ക് ചെയ്ത സംഭവമാണ്. ആ പേര് കൊടുക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്നുള്ളത്. നല്ല ക്വാളിറ്റി തന്നെ അവർ മേക്ക് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയുടെ കുറേ പോരായ്മകളുണ്ട് സിനിമയ്ക്ക് എന്നുള്ളതാണ്. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു തവണ കണ്ടു നോക്കാവുന്ന സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമ തോന്നിയിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിൽ സിനിമ മേക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ. ചില പോരായ്മകൾ ഈ സിനിമയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. കണ്ടിരിക്കാൻ ഒരു രസമൊക്കെ ഉണ്ട്. പക്ഷെ തിരക്കഥയിൽ ചെറിയൊരു പാളിച്ച സംഭവിച്ചു എന്നുള്ളതാണ്. എഡിറ്റിങ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത സംഭവങ്ങളും ഈ തിരക്കഥയിലൊക്കെ ചെറിയ പാളിച്ചകൾ സംഭവിച്ചു എന്നുള്ളതാണ്. ഈ ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഫസ്റ്റിലെ ആ ഒരു സംഭവം ആ സമയത്ത് വന്ന കഥാപാത്രങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിലെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് രസം ഉണ്ടാകുമായിരുന്നു. പക്ഷേ ലാസ്റ്റിലേക്ക് അങ്ങനെ ഒരു സംഭവം, ഒരു ട്വിസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്ന സമയത്ത് എന്തോ എനിക്ക് അത്രയും അങ്ങോട്ട് എനിക്ക് അത്രയും അങ്ങോട്ട് വർക്കായില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു കൊച്ചു സിനിമ എന്നുള്ള ലെവലിൽ നമ്മൾ ഈ സിനിമയെ സമീപിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഡയറക്ഷനൊക്കെ കൊള്ളാമായിരുന്നു. പെർഫോമൻസും വലിയ രീതിയിൽ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്തായാലും ആകെ മൊത്തം ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഒരു തവണ ഒന്ന് കണ്ടു നോക്കാവുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ത്രില്ലർ സിനിമയാണ്. ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്. 8 എന്ന് പറഞ്ഞ സിനിമ. യൂട്യൂബിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. എന്തായാലും ഒന്ന് കണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. നല്ല ഡയറക്ഷനും കാര്യങ്ങളൊക്കെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഇനിയും വേറെ പുതിയ നല്ല പ്രൊജക്റ്റുകളൊക്കെ ഇനിയും വരട്ടെ എന്നുള്ളതാണ്. കൊച്ചു സിനിമയിലൂടെയാണല്ലോ വലിയ പ്രൊജക്റ്റിലേക്ക് ആൾക്കാർ എത്തിപ്പെടുന്നത്. നല്ല ക്വാളിറ്റി തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അടുത്ത പ്രൊജക്റ്റുകളൊക്കെ ഇതിലും കുറച്ചുകൂടി ബെറ്റർ ആക്കി ചെയ്യാൻ സാധിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. കാണാത്തവർ ഒരു തവണയെങ്കിലും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, 8 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.